നമ്മുടെ പനാമയിലെ ഇന്ത്യൻ എംബസിയിൽ നമ്മുടെ എക്സലൻസിയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. നമസ്തേ, ഐ കാൻറ്റ് സ്പീക്ക് മലയാളം. കഴിഞ്ഞ ദിവസം രാത്രി വന്ന് കിടന്നു, രാവിലെ എണീറ്റ് ഇവിടെ നമ്മുടെ ഡോക്ടർ അജിത് ബ്രോ. മോർണിംഗ്. വീഡിയോ ഒക്കെ നല്ലപോലെ കാണുന്നവർക്ക് അജിത് ബ്രോനെ ആരാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ നമ്മുടെ പനാമയിലെ ഒരു ആയുർവേദ റിസോർട്ടിലെ നമ്മുടെ ഡോക്ടറാണ് കേട്ടോ പുള്ളി. ആയുർവേദ റിസോർട്ട് ഒരു 10 ദിവസം കഴിയുമ്പോൾ തുടങ്ങും. അപ്പോൾ എല്ലാവരും വരണം. ചേട്ടാ എപ്പടി ഇരിക്കാണ? സുഖം തന്നെ? എന്നാ രാവിലെ വർക്കില്ല തിരുമ്പി നമ്മൾ സന്ധിച്ചു അല്ലേ? ചേട്ടാ താങ്ക് യു. കോഫി എനിക്ക് പാൽ കോഫി, അവർക്കെല്ലാം കട്ടൻ കാപ്പി. മോഡലായത് This is Panama coffee. This is Panama coffee. മുകളിലേക്ക് മറ്റേ സോൾട്ട് ഇടുന്നോ ചേട്ടാ? താങ്ക് യു. ബോർഡ് നമ്മുടെ ഭാരത് ഇന്ത്യൻ എംബസിയുടെ മുന്നിൽ വെച്ച് ഞാൻ ഇവിടത്തെ വീഡിയോ ഇറങ്ങുകയാണ് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ മാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇവിടെ നമ്മുടെ ഡോക്ടർ അജിത്. ഹായ്, നമസ്കാരം. ഇദ്ദേഹമാണ് രാജീവ്. ചേട്ടാ ഹലോ. ഒരു ഹായ് പറഞ്ഞോളൂ. ചേട്ടനെ കുറിച്ച് പറഞ്ഞോളൂ. നാട്, വീട്, എന്താണ് പരിപാടി പറഞ്ഞോളൂ. നാട് കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി. ഇവിടെ യൂസ് പനാമ ഒക്കെ ബേസ് ചെയ്ത് കുറച്ച് ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ യാത്ര ചെയ്യുന്നു. ചേട്ടനാണ് കേട്ടോ എന്നെ ആയുർവേദ റിസോർട്ടുമായിട്ട് കണക്ട് ചെയ്തത്. ചേട്ടൻ ഇതിന്റെ ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. പിന്നെ ഇവിടെ നമ്മുടെ അണ്ണ ഉണ്ട്. അണ്ണ എപ്പടി ഇருக்கு? നല്ല ഇരിക്കാൻ. ഇവിടെ നമ്മുടെ ഇവരുടെ ചർച്ചാണ് കേട്ടോ. ഇവിടുത്തെ ഒരു റോമൻ കാത്തലിക് ചർച്ചാണ്. നമ്മൾ അവിടെ നിന്ന് ഇന്ന് അധികം യാത്രയൊന്നുമില്ല കേട്ടോ. ഇവിടെ കുറേ ഇതുപോലുള്ള ട്രക്കുകൾ നടക്കുന്നില്ലേ. നമ്മൾ ഇവരെ ഇവിടെ ഒരു ഫുഡ് ട്രക്ക് തുടങ്ങുകയാണ് കേട്ടോ. അതായത് പനാമയിലെ ആദ്യത്തെ ഒരു ഫുഡ് ട്രക്ക് സമ്പ്രദായം. അപ്പം ആദ്യത്തെ ഫുഡ് ട്രക്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഫുഡ് ട്രക്ക് സമ്പ്രദായം തുടങ്ങുവാണ്. അതിൻ്റെ ഫുഡ് ട്രക്കിൻ്റെ അകത്താണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവരുടെ സിറ്റിയിൽ കൊണ്ടുപോയിട്ടിട്ട് ഇവിടെ ഇന്ത്യൻ ഭക്ഷണങ്ങൾ, എസ്പെഷ്യലി നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ വിൽക്കാനായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇവിടെ AC ഉണ്ട്, പിന്നെ റെഫ്രിജറേറ്റർ, പിന്നെ ഇത് നാട്ടിൽ നിന്ന് തന്തൂരി എന്തോ ഉണ്ടാക്കാനാണ് കേട്ടോ. ഇത് ഇന്ത്യയിൽ നിന്ന് എന്തോ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെയാണ് കേട്ടോ അവർ മാനുഫാക്ചർ ചെയ്യുന്നത് ഈ ട്രക്ക്. നമ്മുടെ ഫുഡ് ട്രക്ക് നല്ല രസമുണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാം ഒരു ഫെസിലിറ്റീസ് ഉണ്ട്. ഇതുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി, നല്ല വാസ്റ്റല്ല, ഒരു വലിയ അത്രയും നല്ല ബിഗ് സ്പേസിലുള്ള ഒരു ഫുഡ് ട്രക്ക് കേട്ടോ. ഇവിടെയാണ് ഇതിൻ്റെ പുറകു വശത്താണ് ഇവരുടെ ഗ്യാസ് സംഭവങ്ങളൊക്കെ വയ്ക്കുന്നത്. നമ്മുടെ ഗ്യാസ് സിലിണ്ടേഴ്സ്, പിന്നെ ഇവിടെ നമ്മുടെ ജനറേറ്ററൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അവിടെ നമ്മുടെ CCTV ക്യാമറ. ഈ കാണുന്ന ഇനോക്സ് സൊല്യൂഷൻ ആണ് കേട്ടോ. ഇവരാണ് ആക്ച്വലി ട്രക്ക് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ കിച്ചൺ എല്ലാം ഇവരാണെന്ന് തോന്നുന്നു കൂടുതൽ ചെയ്യുന്നത്. ഈ കാണുന്ന എല്ലാം കിച്ചൺ ബേസ്ഡ് ആയിട്ടാണ് കേട്ടോ. വാട്ട്സ് യുവർ നെയിം ബ്രോ? Cristian Castellano, welcome to the Panama. Mucho gusto. Mi inglés no es muy bueno. ¿Tú trabajas mucho bien? Sí, correctamente. Somos fabricantes de acero inoxidable en Panamá con certificación ISO 9001. Y bueno, nos complace poder trabajar para ustedes próximamente el primer food trailer de comida hindú en Panamá. Mucho bien. So you give the discount. Now the discount time, okay? Okay. We have to... Mucha promotion. Mucho promotion. Okay. Oferta. Muy barato. Oferta dinero. Gratis. Okay. You wanna say hi? What's your name, bro? Christian. You're also Christian. There is no Muslim here. Huh? There is no Muslims. No. There is no Judeo. No. Only Christians. I'm Panamanian. Okay, just kidding. Mucho gusto. Okay. Mucho gusto. Trabaja mucho bien. Thank you. Okay. Bye. See you. ഞാനങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിക്ക് വന്നാണ് രാജീവ് വട്ടാനാണ് കേട്ടോ എന്നെ കൊണ്ടുവന്നത്. അവസാന നിമിഷം എനിക്ക് ഡ്രസ്സ് പോലും മാറ്റാൻ പറ്റിയില്ല. വന്നു ഇവിടെ ഒരു എന്തോ കൊമേഴ്സ് എക്കണോമിക് കോർപ്പറേഷൻ്റെ ഒരു ചെറിയൊരു മീറ്റിംഗ് ആണ് കേട്ടോ. അതൊരു ഗെറ്റ് ടുഗദർ പോലെയാണ്. അവിടെ നമ്മുടെ അംബാസഡർ, പിന്നെ നമ്മുടെ ഇവിടുത്തെ കൊമേഴ്സിൻ്റെ മിനിസ്റ്റർ കേട്ടോ. ഈ ഒരു രാജ്യത്തെ പനാമയിലെ കൊമേഴ്സിൻ്റെ മിനിസ്റ്റർ അവരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. Invitamos al embajador de la India en Panamá, Su Excelencia Dr. Sumisek, a dirigirse a tradiciones, porque Santa Fe, Veraguas,
fue a las tablas, así que See you all in unos semanas. I want to thank you, and today in a way it's your farewell event also. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഇവന്റ്. ഇതാണ് നമ്മുടെ ITEC എന്ന് പറയുന്ന ഒരു ഇവന്റ് ആണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എക്സലൻസിയും നമ്മുടെ കുറേ ഡിപ്ലോമാറ്റ്സ് ആളുകളെല്ലാം ഉണ്ട് ഇവിടെ. നമ്മുടെ പനാമയിലെ ഇന്ത്യൻ എംബസിയിൽ നമ്മുടെ എക്സലൻസിയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിനെ പരിചയപ്പെടാം. ചേട്ടാ ഒന്ന് അടുത്തോട്ട് വരാമോ? എക്സലൻസി. Namaste. I can't speak Malayalam, but I understand that you spoke Malayalam, is it? Yes. Okay. So, welcome to Maheen, to Embassy of India in Panama. It's a great honor to have a person like him who has traveled all over the world, and right now he's visiting Panama. And also, this will bring what Panama is to people in India, right? Yes. And that will improve tourism, business opportunities, and so on. As you know, Panama is a place where almost 15,000 Indians live. And this is a place which accepts everyone. It's a very open society. The rules and regulations are such that anyone who has professional skills, who have new ideas, Panama accepts them. So I want, through your channel, to invite all Indians to look at Panama as a serious place of doing business, bringing India and Panama together. Of course, there is a barrier of language, but I think these days, with the help of artificial intelligence, people can learn foreign languages quickly. I one day I will speak to you in Malayalam using those. That will be a pleasure. Thank you so much for visiting, and all your friends. You're welcome to Panama. If you need anything from Embassy of India, we are there to help you. Thank you so much. Enjoy yourself. ചേട്ടൻ എന്നെ എംബസിയുടെ പരിപാടി കഴിഞ്ഞു. എംബസിയുടെ പരിപാടി അടിപൊളിയായിരുന്നു അല്ലേ? എംബസി ഇവിടുത്തെ IFS ഓഫീസേഴ്സ്, എസ്പെഷ്യലി നമ്മുടെ അംബാസിഡർ, പിന്നെ അല്ലാത്ത വേറെ ഒരു IFS ഓഫീസർ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, പുള്ളി ഭയങ്കര ഒരു കാര്യമായിരുന്നു കേട്ടോ. നല്ല ഹെൽപ്പിംഗ് മെന്റാലിറ്റി ആയിരുന്നു. പിന്നെ വേറെ കുറേ പേരെയൊക്കെ പരിചയപ്പെട്ടു. നമ്മുടെ ഇവിടുത്തെ കൊമേഴ്സിന്റെ വൈസ് പ്രസിഡന്റ് പുള്ളിക്കാരിയായിട്ട് പരിചയപ്പെട്ടു. പുള്ളിക്കാരി എന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോളോ ചെയ്തു. അപ്പോൾ ചേട്ടൻ എന്താ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേ? ഞങ്ങളിവിടെ കറിവേപ്പിലയ്ക്ക് വേണ്ടി കുറെ നടന്നു, കിട്ടിയില്ല. അവസാനം ഞങ്ങൾ കണ്ടുപിടിച്ചത് കണ്ടോ. ഇവിടുന്ന് കണ്ടുപിടിച്ചോ? ഇവിടുന്ന് അടിച്ചുപറ്റി കൊണ്ടുപോകോ? ഇവിടെ റോഡിൽ നമ്മുടെ ഇന്ത്യൻ എംബസിയുടെ ഒക്കെ അടുത്ത മെയിൻ റോഡിലുള്ള സാധനം കേട്ടോ, കറിവേപ്പില കേട്ടോ. നോക്കിക്കേ, വെരി റയർ. അതെ, കറിവേപ്പില കിട്ടാൻ കുറച്ച് പാടാണ്. മുരിങ്ങയ്ക്ക് പലയിടത്തും ഉണ്ട്, ബട്ട് ആളുകൾ ഉപയോഗിക്കില്ല. കറിവേപ്പില കേട്ടോ. നമ്മളിനി എംബസിയുടെ പരിപാടി കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാം. കഴിഞ്ഞ ദിവസത്തെ പരിപാടി കഴിഞ്ഞു, ഇന്ന് നെക്സ്റ്റ് ദിവസമായി. ഞാനിപ്പോൾ അങ്ങനെ അധികം വീഡിയോ എടുക്കുന്നില്ല. മാത്രമല്ല, പനാമയിൽ വന്നിട്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് പല കാര്യങ്ങളും, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും കറക്റ്റ് നടക്കുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിന്ന സെയിം സ്ഥലത്ത് തന്നെയാണ് കേട്ടോ. നമ്മുടെ രാജീവേട്ടൻ്റെ കൂടെയാണ്. നമ്മുടെ ഡോക്ടറും മറ്റേ തവലേട്ടനും കൂടെ പുറത്തോട്ട് പോയി. ഈ കാണുന്നതെല്ലാം പഴയ കനാലിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പം നമ്മുടെ അമേരിക്കൻ സിറ്റിസൺസ് ധാരാളം ഉണ്ടായിരുന്നല്ലോ, അവരന്ന് പണിത വീടുകളാണ്. ഈ കാണുന്ന പല വീടുകളും അമേരിക്കൻ ശൈലിയിൽ പണിത വീടുകളാണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ കാണുന്ന ഒരു ഏരിയ ഇവിടുത്തെ ഒരു പോർഷ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്ലൈറ്റോൺ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് അതിരുകളില്ലാത്ത വീടുകൾ, കൂടുതലും ഒരു അമേരിക്കൻ ബേസ്. ചേട്ടാ മോർണിംഗ്. എങ്ങോട്ടാ പോകുന്നേ? കാനലിന്റെ അതർ സൈഡ്, അതായത് നമ്മൾ അറ്റ്ലാന്റിക് ഭാഗത്ത് കേട്ടോ. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പസഫിക് സൈഡിലാണ്. നമ്മളൊരു 65-75 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മുടെ കൊളോൺ എന്ന് പറയുന്ന അറ്റ്ലാന്റിക് സമുദ്ര ഭാഗത്തോട്ടാണ് നമ്മൾ പോകുന്നത്, കരീബിയൻ ഭാഗം. ഈ കാണുന്നതാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു നൈബർഹുഡ് ഏരിയ. കണ്ടോ, ഈ കാണുന്നതെല്ലാം ഒരു അമേരിക്കൻ രീതിയിൽ, ശൈലിയിൽ നിർമ്മിച്ച വീടുകളാണ് ഈ കാണുന്നതെല്ലാം തന്നെ. ഇതിന്റെ ഉള്ളിലോട്ടാണ് കേട്ടോ നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ എംബസിയാണ് ആ ഒരു ഭാഗത്ത് കാണുന്നത്. ഈ കാണുന്ന ഒരു ഏരിയ ക്ലൈറ്റോഡ് എന്നാണ് കേട്ടോ പറയുന്നത്. പോകുന്ന വഴി ഇതുപോലെയുള്ള കുറെ ലേക്കുകളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ പനാമ കനാലിന്റെ പാരലായിട്ടുള്ള ഒരു റോഡിലൂടെയാണ് നമ്മളിപ്പോ യാത്ര ചെയ്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ റോഡ് ആക്ച്വലി കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആണ് കേട്ടോ. ഇവിടെ ഒരു കണ്ടെയ്നർ മറിഞ്ഞു, വലിയൊരു കണ്ടെയ്നർ മറിഞ്ഞു കിടക്കുവാണ് കേട്ടോ. ഒന്നല്ലേ? അങ്ങനെ നമ്മുടെ കൊളോൺ എന്ന് പറയുന്ന നമ്മുടെ അന്റാർട്ടിക് ഓഷന്റെ ഭാഗത്ത് അടുത്തായിട്ടുള്ള ഒരു വലിയൊരു പോർട്ട് സിറ്റിയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. പഴയ അമേരിക്കയിൽ നിന്ന് പുറന്തള്ളിയ ബസ്സുകളൊക്കെയാണ് കേട്ടോ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഈ കാണുന്നത്. ഇപ്പൊ ശ്രീലങ്കയിൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലത്തെ കുറെ പാർട്ടി ബസ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ശ്രീലങ്കയിലൊക്കെ.
നമ്മളിവിടുത്തെ ഫ്രീ സോണിന്റെ ഉള്ളിലോട്ടാണ് കേട്ടോ നമ്മൾ പയ്യെ പോകുന്നത്. നമ്മുടെ പനാമ കനാലിന്റെ അടുത്ത് ചേർന്നിട്ടുള്ള ഒരു ഫ്രീ സോൺ ഏരിയ ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ അമേരിക്കൻ കോണ്ടിനെന്റിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഫ്രീ സോൺ ആണ്. എനിക്കൊന്ന് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ഫ്രീ സോൺ ഇവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ പണ്ട് മുതലേ 1948 1950 കാലത്തിലെ ഒരു പോർട്ടാണ് ഈ കാണുന്ന സ്ഥലത്ത്. പിന്നെ മാത്രമല്ല ഫ്രീ സോൺ എന്ന് പറയുമ്പോൾ അതായത് ഇപ്പം ഒരു രാജ്യത്തുനിന്ന് ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നു, മറ്റൊരു രാജ്യത്ത് എത്തുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി ആ ഒരു രാജ്യത്തിന് കൊടുക്കണം. ബട്ട് ഫ്രീ സോണിന്റെ അകത്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണ്ട. അത് ഈ രാജ്യത്തെ നോർമൽ ബ്യൂറോക്രസിയുമായിട്ട് ബന്ധപ്പെട്ടല്ല, ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഇപ്പൊ അമേരിക്കയിലോട്ട് ഒരു സാധനം കൊണ്ടുപോകണം, ഇന്ത്യയിൽ നിന്ന് നമുക്ക് ഒരു ട്രാൻസിറ്റ് ഹബ്ബായിട്ട് ഇവിടെ കൊണ്ടുവരാം. അപ്പൊ ഇവിടുത്തെ രാജ്യത്തിന് നമുക്ക് ഒരു എന്താ പറയുക ഇമ്പോർട്ട് ഡ്യൂട്ടി കൊടുക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് തന്നെ തിരിച്ച് നേരെ US-ലോട്ട് ഉണ്ടാവും. ബട്ട് അതേസമയം ഈ രാജ്യത്തിന്റെ അകത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു എക്കണോമിക് സെന്ററിന് പുറത്ത്, അതായത് ഈ ഫ്രീ സോണിന് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അഫ്കോഴ്സ് നമുക്ക് പൈസ കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഫ്രീ സോണുകൾ ഉണ്ടാക്കുന്നതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഒരു പല രാജ്യങ്ങളുടെ കമ്പനികളെ അട്രാക്ട് ചെയ്യും. പിന്നെ ഈ രാജ്യം ഒരു ട്രാൻസിറ്റ് ഹബ്ബാകുമ്പോൾ ഈ രാജ്യത്തെ എക്കണോമിയെ അത് വലിയ രീതിയിൽ അത് ബാധിക്കും കേട്ടോ. പല കമ്പനീസ് വരും, അല്ലെങ്കിൽ പല കൂടുതൽ എന്താ പറയാ അങ്ങനെ എന്തോ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഫ്രീ സോണിന്റെ അകത്തോട്ട് പോയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ച കാണിച്ചു തരാം. പോകുന്ന വഴി ഇവിടെ ഇതുപോലെ കുറെ ആൾക്കാർ ഇപ്പൊ ഉണ്ട് കേട്ടോ. ഇവരെന്തിന്റെ ഏജന്റ് ആണ് കേട്ടോ, എന്തോ സംഭവത്തിനാണ്. നമ്മുടെ അങ്ങ് ദൂരമായിട്ട് നമുക്കൊരു ക്രൂസ് ഷിപ്പ് കിടക്കുന്ന കാണാനായിട്ട് സാധിക്കുന്നു ആ ഒരു ഭാഗത്ത്. ഈ കാണുന്ന രാജ്യം ഇതാ കണ്ടില്ലേ, ഇവരെന്തോ ചോദിക്കുന്നുണ്ട് കേട്ടോ. എനിക്കൊന്ന് പാർക്കിംഗ് ആണോ എന്തോ ഇതാണല്ലേ ഫ്രീ സോണിന്റെ എൻട്രൻസ് ഈ ഭാഗത്താണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ഈ ഇവിടുന്ന് ടാക്സ് കൊടുക്കാതെ വെട്ടിച്ച് പുറത്ത് സാധനം എടുക്കുക അതിനുള്ള ഏജൻസ് വല്ലതും ആയിരിക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് അൺലൈക്ക് അതർ ഫ്രീ സോൺസ് ഇതിനകത്ത് റീറ്റെയിൽ ഷോപ്സ് ഉണ്ട്. റീറ്റെയിൽ ഷോപ്പ് പുറത്തുനിന്ന് ആളുകൾക്ക് വന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോവാം. സാധനം വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴത്തേനും ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുക്കണം. പോയിന്റ്സ് ഉണ്ട്. അത് കൊടുക്കാതെ വല്ലോ പുറത്തോട്ട് കൊണ്ടുവരാനുള്ള ഏജൻസ് ഒക്കെ ആയിരിക്കാം. അങ്ങനെ ആയിരിക്കണം കേട്ടോ. അതായത് ചില രാജ്യത്തുള്ള ഫ്രീ സോണുകൾക്ക് നമുക്ക് പുറത്തുള്ള ആളുകൾക്ക് അകത്തോട്ട് കയറിയിട്ട് നമുക്ക് അവിടെ നിന്ന് സാധനം വാങ്ങിച്ചു പോവാം. അപ്പൊ എന്നാലും ടാക്സ് കൊടുത്താലും കുറച്ച് ചീപ്പായിട്ട് നമുക്ക് സാധനം കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരു ഉപയോഗമുണ്ട്. ബട്ട് ചില ഫ്രീ സോണിലൊക്കെ നമുക്ക് ഇതുപോലെ എൻ്റർ ചെയ്യുന്നതിന് ചിലപ്പോൾ കാശ് കൊടുക്കേണ്ടി വരും കേട്ടോ. അവിടെ സെക്യൂരിറ്റിക്കാരൻ നമ്മളടുത്ത് പാസ് എടുത്ത് കയറാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. പൊതുവേ നമ്മൾ ഇതിന്റെ അകത്തുള്ള ആളാണെന്ന് അറിയാമെങ്കിൽ അവർ പാസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ പുറത്തുനിന്ന് വന്നാണെന്ന് തോന്നിയോണ്ട് ഇനി പാസ് എടുത്ത് ഉള്ളിലോട്ട് കയറണം. ഇവിടെ ഒരു വലിയൊരു ബ്ലാക്ക് പോപ്പുലേഷൻ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് പോപ്പുലേഷൻ കാരണം നമ്മുടെ കരീബിയൻ കടലാണ്. കരീബിയൻ ഒരു ബ്ലാക്ക് പോപ്പുലേഷൻ ഉള്ള ഏരിയ ആണ് കേട്ടോ. അതായത് ഈ കോസ്റ്ററിക്കയിലും പനാമയിലും അല്ലെങ്കിൽ നമ്മുടെ ഹോണ്ടുറായിലൊക്കെ നമ്മുടെ അറ്റ്ലാന്റിക് നമ്മുടെ കരീബിയൻ കോസ്റ്റ് ഫുള്ള് ഒരു ബ്ലാക്ക് പോപ്പുലേഷൻ ആണ് കേട്ടോ. പുള്ളി വേറെ അതുകൊണ്ട് വേറെ ചെക്ക് പോയിന്റിൽ വന്നു കേട്ടോ. വേറെ ഗേറ്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് പുള്ളി വെഹിക്കിൾ പാസ് എന്തോ ചോദിച്ചു. നമ്മൾ പാസ്പോർട്ട് എടുത്ത് പുള്ളി ഗേറ്റ് കിട്ടും. അപ്പൊ നമ്മളങ്ങനെ ഫ്രീ സോണിന്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ ധാരാളം കടകളുണ്ട് കേട്ടോ. ഫുഡ് സ്റ്റോറുകൾ, റെസ്റ്റോറൻറ്റുകൾ, അല്ലെങ്കിൽ കുറേ ഷോപ്പുകൾ, പിന്നെ റീറ്റെയിൽ ഷോപ്പുകൾ. ഇപ്പൊ ക്ലോത്തിന്റെ ആയാലും ഈ കാണുന്നതൊക്കെ റീറ്റെയിൽ ഷോപ്പ്, അതിനോടൊപ്പം തന്നെ ഹോൾസെയിലും കാണും. ചില കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾക്ക് ഇതിന്റെ അകത്ത് തന്നെ വന്ന് വാങ്ങാം. അവർക്ക് പുറത്ത് പോകുമ്പോൾ ടാക്സ് കൊടുക്കണമെന്നാണ്. ബട്ട് ചെറിയ കാര്യങ്ങൾക്കൊന്നും അങ്ങനെ വലിയ പ്രശ്നം വരില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പല ആളുകളും ഇതുപോലുള്ള ഫ്രീ സോണുകളിൽ വന്നിട്ട് റീറ്റെയിൽ ആയിട്ടും വീട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് കുറേ കമ്പനീസ് ഉണ്ട് കേട്ടോ, കുറേ ഷോപ്പുകളുണ്ട്. ആ കാണുന്നത് നമ്മുടെ ചൈന പനാമ ലൈറ്റ്സ്, നമ്മുടെ ചൈനീസ് കമ്പനിയാണ്. അതേസമയം ഇവിടെ കാണുന്നത് നമ്മുടെ ഓം എക്സ്പോർട്ട്. ധാരാളം പഴയ പണ്ട് മെർച്ചന്റ് ആയിട്ട് ഇങ്ങോട്ട് വന്ന, അതായത് ഇവിടെ കനാല് പണിത സമയത്ത് ധാരാളം കരീബിയൻ ഐലൻഡിൽ നമ്മുടെ ബ്രിട്ടീഷുകാര് സിന്ധിക്കാരെയും പഞ്ചാബികാരെയും ജോലിക്കായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ പനാമ കനാല് പണിത സമയത്ത് ഈ കോളനൈസേഷനൊക്കെ അന്ന് പോയല്ലോ, ധാരാളം അവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാര്, പഴയ സിന്ധിക്കാരും പഞ്ചാബിക്കാരും, അവർ മെർച്ചന്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നു. ജോലിക്കായിട്ട് വന്നതല്ല, അവർ കൂടുതലും മെർച്ചന്റ് ആയിട്ട് ഇങ്ങോട്ട് വന്നു. പിന്നെ ഇവിടെ കുറെ കച്ചവട സ്ഥാപനങ്ങളുണ്ട്. അങ്ങനെ കുറെ ധാരാളം ഇപ്പൊ നമ്മുടെ കെനിയയില് അല്ലെങ്കിൽ ഉഗാണ്ടയിലൊക്കെ പഴയ പണ്ടത്തെ തേർഡ് ജനറേഷൻ ഇന്ത്യൻസിലെ അതുപോലുള്ള കുറെ ഇന്ത്യൻസ് ഈ ഒരു രാജ്യത്തുണ്ട്. ഏകദേശം 15,000 ഇന്ത്യൻ ഡിസ്പോയുടെ ഒരു പോപ്പുലേഷൻ. അതിൽ മുക്കാലും ഈ തേർഡ് ജനറേഷൻ ഇന്ത്യൻസ് ആണ് കേട്ടോ. അതല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ, അങ്ങനെ ജനറേഷൻ ടൈപ്പ് ആയിട്ടുള്ള കുറെ ഇന്ത്യൻസ് ഉണ്ട്. അവരുടെ കുറെ ബിസിനസ് സാമ്രാജ്യങ്ങളുണ്ട്. പിന്നെ ചൈനീസുകാരുടേത് പണ്ടത്തെ അല്ല, പുതുതായിട്ട് വന്ന് ചൈനക്കാരെ അറിയാമല്ലോ നിങ്ങൾക്ക്. ലോകത്തിന്റെ ഏത് മുക്കിൽ പോയാലും ചൈനക്കാർ പോയിട്ട് അവരുടെ ബിസിനസ് സാമ്രാജ്യം തുറക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഓഫറിനൊക്കെ വെച്ചിട്ടുള്ള
നമ്മുടെ കുറേ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ക്ലോത്തിങ്, നമ്മുടെ ലെഗിൻസ്, പിന്നെ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ, അതൊക്കെയാണ്. ഇതെല്ലാം റീറ്റെയിൽ ഷോപ്പുകളാണ് കേട്ടോ. ധാരാളം റീറ്റെയിൽ ഷോപ്പുകൾ ഇവിടെ ഉണ്ട്. പിന്നെ ക്ലോത്തിങ് ഒരു ഇന്ത്യൻ വരുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ നിന്നല്ലേ? ഇവിടെ നിന്ന് എനിക്കൊന്ന് യു എസ് നിന്നും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും. പക്ഷേ ക്ലോത്തിങ് സാധനം നമ്മളിവിടുത്തെ കണ്ണൻ എക്സ്പോർട്ടിലോട്ടാണ് കേട്ടോ വന്നത്. ഇവിടുത്തെ ഒരു ഇമ്പോർട്ടിങ് കമ്പനിയാണ്. പുള്ളിക്കാരൻ ആക്ച്വലി ഇതിൻ്റെ ആളാണ് കേട്ടോ എന്നെ നമ്മുടെ രാജീവ് ചേട്ടനായിട്ട് കണക്ട് ചെയ്തത്. അതായത് നമ്മുടെ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഇവിടുത്തെ ഒരു കോർഡിനേറ്ററാണ് കേട്ടോ. ഇവിടുത്തെ കോർഡിനേറ്ററോ ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ കോർഡിനേറ്ററാണ് ശ്രീലേഷ് എന്ന് പറയുന്നത്. പുള്ളി മലയാളിയാണ്, ബട്ട് ബോൺ ആൻഡ് ബോട്ടപ്പ് മുംബൈ, കൊൽക്കത്തയൊക്കെയാണ്. പുള്ളി ഇവിടെ 30 വർഷമായിട്ട് എന്തോ ഉണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനമാണ്. ഇവിടെ എല്ലായിടത്തും പോലീസ് പെട്രോളിംഗ് ഉണ്ട് കേട്ടോ, എല്ലായിടത്തും. നമ്മളിവിടെ ഒരു മീറ്റിങ്ങിനായിട്ട് വന്നതാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ വേറൊരു SM ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. ഇവരാണ് ഇവിടുത്തെ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ധാരാളം ഇന്ത്യയിൽ നിന്ന് ഫുഡ് പ്രൊഡക്ട്സ് കൊണ്ടുവന്നിട്ട് ഇവരിവിടെ എല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു ടീമാണ്. നമ്മൾ ഫ്രീ സോളിൽ ഞാൻ മറ്റേ ചേട്ടനൊക്കെ കണ്ട കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. പുള്ളിക്കാരി നമ്മൾ ഒരുമിച്ച് പനാമയിലുണ്ടായിരുന്നു. എന്നിട്ട് ദാണ്ട് ഇപ്പോൾ കൊളോണിൽ വന്നിട്ട് Hola, amigo. Hello, how you doing? How are you? Very good. അങ്ങനെ ഞാൻ പറഞ്ഞ നമ്മുടെ ശ്രീലേഷ് എന്ന് പറയുന്ന പുള്ളിയെ ചേട്ടനെ ഒന്ന് കണ്ടു. നമ്മൾ കുറച്ചു നേരമായി കേട്ടോ ഇവിടെ സ്പെൻഡ് ചെയ്യുവാണ്. ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം നിങ്ങളുടെ മുന്നിലായിട്ട്. ഹായ്. Hi. ചേട്ടൻ തന്നെ പരിചയപ്പെടുത്തി. How are you? Welcome to Panama. I hope you enjoy yourself and have a good journey. Nice to meet you. You can give some intro about you. What are you doing here? I'm a Malayali based in Panama for the last 30 years. I'm also the coordinator of the WMF. So we do interact with a lot of Malayali. Panama does not have many Malayalis. They are like 2 or 3 families. But now with new people coming in, we probably have more Malayalis coming in, and we might have ടോട്ടൽ എത്ര മലയാളികളാണ്? total Malayalis actually only 3. മൂന്ന് പേര്. And most of them are married to non-Malayalis. So there is not so much of a community. with me there are 4. Oh, you also? With me there are 4. I'm not married locally, but with me there are 4. Okay. Yes, so we have a very small community of Malayalis here. So it's always nice to have Malayalis come and join us. കണ്ടതിൽ സന്തോഷം. And you want to talk about anything about Kannan Exports? No, Kannan Exports is just my grandfather's name. So okay. I just put that name for business here. Okay. And we are into hardware, but that's totally different. It's more to get in touch with Indians, especially from Kerala. It's a big privilege. And I hope you continue all the best for your journey. And do keep in touch. Yeah, sure. I'll do that. പിന്നെ നമ്മുടെ ചേട്ടന്റെ മോൻ, ബ്രോ, you wanna say hi? Hi, Mohanak Sayed. Do you speak Malayalam? No. Okay, sorry. I have to translate even when he speaks to his grandparents. Okay. So I'm Indian, but mostly born over here in Panama. So Hindi, Malayalam, nothing. Absolutely nothing. Only English and Spanish. Okay. What do you do? I'm still studying engineering right now in Uttapan, the University of Engineering over here in Panama. What else? Yep, that's all. Nice to meet you. Mucho gusto. Mucho gusto. Un poquito español, hablar. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചേട്ടൻ്റെ വീട്ടിലെ മലയാളം ഫുഡൊക്കെ എനിക്ക് തന്നു കേട്ടോ. നമ്മുടെ കേരള ഫുഡ്, പയറും ചോറും, പിന്നെ ഇവിടെ നമ്മുടെ ദാലാണ്. Don't feel No, shy. it's okay. Don't feel shy. I can always. I don't have shy. Then I'm not shy, you know. go ahead. Take the dal. Enjoy. ഇവിടെ നമ്മുടെ ഫ്രീ സോണിൻ്റെ അകത്ത് ഈ കാണുന്ന ഒരു ചൈനീസ് ബൈക്കാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ ഇന്ത്യയുടെ ബൈക്കാണ്. ബട്ട് ചൈനീസും ഇന്ത്യയുടെ ബൈക്കും കൂട്ടുമ്പോൾ ആക്ച്വലി മോട്ടോർ ബൈക്കിലും ഇന്ത്യക്കാണ് കേട്ടോ കൂടുതൽ സ്റ്റാൻഡേർഡും കൂടുതൽ മാർക്കറ്റ് ഉള്ളത്. ഇപ്പം ആഫ്രിക്കയിൽ നോക്കിയാൽ പലയിടത്തും ഇന്ത്യൻ ബൈക്കുകൾ, ഈവൻ ലാറ്റിൻ അമേരിക്കയിൽ പിന്നെ നമ്മുടെ ഓട്ടോ ടുക്ടുക്കുകൾ. സോ ഞാൻ നമ്മുടെ നിന്റെ പേര് മറന്നുപോയി. നൊമ്പറേ? Alhambra. Alhambra. Your nombre? No, my nombre. റോണക്. ഓക്കെ, വി ക്യാൻ കോഴ്സ്. ഓക്കെ, നമ്മുടെ റോണക്കിൻ്റെ അവിടെ വീട്ടിലോട്ട് പോവാണ്. അവനും നമ്മുടെ കൂടെ വരുന്നു കേട്ടോ. ഈ കാണുന്നത് കണ്ടില്ലേ, ഈ കാണുന്ന ഇവിടുത്തെ ഒരു മോസ്ക് ആണ് കേട്ടോ. കൊളോണിലെ ഒരു ഇസ്ലാം മത വിശ്വാസ പള്ളിയാണ്. സോ ദേ ആർ ലോട്ട് ഓഫ് അറബ്സ്
Yeah, this is. This generally is an Arab school itself, also. ഇതൊരു അറബ് സ്കൂളാണ് കേട്ടോ. So there are a lot of Arab people Yes, there for is the trade. There's a whole gated community dedicated to Arab people itself. So is that the people from the current Palestine or somewhere? No. Most of them are Muslims from Lebanon. Lebanon. Okay, Lebanese. There are very little Palestinians over here in Panama. So including one of them actually my friend. One of them is my friend, but right now they are not over here. Okay. So അതായത് ഇവിടെ ധാരാളം അറബ്സ് ഉണ്ട് കേട്ടോ, ലെബനീസ് അറബ്സ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇതല്ലേ നമ്മുടെ നാട്ടിലെ ഒരു വഴിയിലൂടെ പോകുന്ന കറക്റ്റ് സെയിം ഫീലാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ പോയാലും കിട്ടുന്നത്. നമ്മളങ്ങനെ ഇനി പുറത്തോട്ട് പോവാണ് കേട്ടോ. വീട്ടിൽ പോയി കഴിഞ്ഞു വന്നു. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഫ്രീ സോണിന്റെ പുറത്തോട്ട് പോവാണ്. ഈ കാണുന്നതൊക്കെ പണ്ട് അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് കൊണ്ടുവന്ന ബസ്സുകളൊക്കെയാണ് കേട്ടോ. ഇവിടുത്തെ പൊതുവായിട്ടുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളാണ്. So you sir, we'll have to start now. ബസ് പോകുന്ന നോക്കിക്കേ, ചരിഞ്ഞു പോകുന്ന ബസ്. ബാക്കിൽ ഫുള്ള് ആളുകളാണ് കേട്ടോ, അതുകൊണ്ട് ഫുള്ള് ചരിഞ്ഞു പോകണം കേട്ടോ. ഞാൻ ഇതിനിടയ്ക്ക് നമ്മൾ ഡ്രൈവ് ചെയ്തു, ലാസ്റ്റ് പനാമ സിറ്റിയിലെത്തി. ഞാനിപ്പോ ഇവിടെ ഒരു മോളിലോട്ട് വന്നതാണ് കേട്ടോ. അൽബ്രൂക്ക് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും ഒരു വൺ ഓഫ് ദ വലിയൊരു മോളാണ്. ഞാനെന്തോ വീഡിയോ എടുക്കുമ്പോൾ എന്തോ സംഭവമായിട്ടാ ഇവിടെ അങ്ങനെ അധികം വ്ളോഗേഴ്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എംബസി പോയപ്പോൾ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിയും അമ്മയും നിങ്ങൾ കണ്ടു കാണുമല്ലോ, അവരെ കാണാൻ വേണ്ടി ഞാനും പോവുകയാണ് കേട്ടോ. ഇപ്പം നടന്ന് ഞാൻ അവസാനം ബസ് എടുക്കുന്നു. ഇനിതാ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വീട്ടിലോട്ട് പോകുന്ന നമ്മുടെ ബസ്സാണ് ഇത്. നമ്മുടെ അൽബ്രൂക്ക് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ മോളുണ്ട്. ഇവിടെ എല്ലായിടത്തോട്ട് പോകുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകളെല്ലാം കിട്ടും.